അങ്ങനെ വളരെ സുരക്ഷിതമായി CPM-ൽ നിന്ന് വിട്ടുപോകാം, LDF-ൽ നിന്ന് വിട്ടുപോകാം എന്ന് വിചാരിക്കാൻ കഴിയുന്ന കാലമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സമയം കൂടിയാണ്. മുന്നണി മാറ്റം കഴിഞ്ഞൊരു 4 പതിറ്റാണ്ടായി CPI അങ്ങനെ ഗൗരവത്തിൽ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നതാണ് വസ്തുത. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടിയുണ്ട്. മാർഷൽ, CPIയുടെ മുന്നിലെ വഴികൾ എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ മുന്നിൽ വിടണമെന്നൊക്കെ തീവ്ര നിലപാടുള്ള ചില നേതാക്കളൊക്കെ പറയുമായിരിക്കാം. ഒരു മന്ത്രിമാരുടെ രാജിസമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ? ഉഭയകക്ഷി ചർച്ച എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകേണ്ടി വരുമല്ലോ. ഏത് തരത്തിലായിരിക്കും? അത് സ്റ്റേറ്റ് തലത്തിലായിരിക്കുമോ അതോ ദേശീയ തലത്തിലായിരിക്കുമോ പ്രശ്നപരിഹാര ചർച്ചകൾ ഉണ്ടാകാൻ പോകുന്നത്? PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CPI അവരുടെ നിലപാട് പറയുകയും CPM ആ കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തീരുമാനം പറയാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്നും ഒരു കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയെ സംബന്ധിച്ചോളം ഇതിനകത്തൊരു സമ്മർദ്ദം ചെലുത്തുക, തങ്ങളുടെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ തന്നെ ഉയർത്തിക്കൊണ്ടു വരിക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറുവാനോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാനോ അവർ പങ്കെടുക്കാതിരിക്കുന്ന തരത്തിലേക്കുള്ള കടുത്ത നിലപാടിലേക്ക് പോകുവാനോ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. മറിച്ച് ഇന്നും നാളെയും മറ്റന്നാളുമായിക്കെ ചേരുന്ന CPIയുടെ ദേശീയ കൗൺസിൽ, ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ സെക്രട്ടേറിയറ്റ് എന്നീ നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ആ നേതൃയോഗങ്ങളിൽ കൂടി ഈ വിഷയം വരും. കാരണം ഒരു സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, സംഘപരിവാർ അജണ്ട നടപ്പാക്കുവാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സംഘപരിവാർ അജണ്ടയ്ക്ക് ഒപ്പം തങ്ങൾ നിൽക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണി സഖ്യം വരെ ചർച്ച ചെയ്തുകൊണ്ടൊരു വിഷയമാണ്. എങ്കിൽ തന്നെയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിക്ക് ഒപ്പം നിൽക്കുകയും ആ ഫണ്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പല ആക്ഷേപങ്ങളെയും ആ വിലയ്ക്ക് എടുത്താൽ മതിയെന്നുള്ള നിലപാട് മുമ്പ് തന്നെ CPM സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടതുപക്ഷം എന്ന നിലയിലേക്ക് CPIയുടെ നിലപാട് ഇതാണ് എന്നുള്ള കാര്യമാണ് CPI വ്യക്തമാക്കിയത്. ഈ ഒരു സമ്മർദ്ദം മുന്നോട്ട് വരുമ്പോൾ 2 വഴികൾ ഇനി മുന്നിലുണ്ട്. അതിലൊന്ന്, CPM ഒരു പക്ഷേ പുനർചിന്തനം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CPI ഇത്ര സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ CPM-ന് ഒരുപക്ഷെ ഇത്തരം ഒപ്പിട്ടു എന്ന് പോയെങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എടുക്കാൻ വേണ്ടി സാധിക്കും. അതനുസരിച്ച് LDF യോഗത്തിൽ ഈ വിഷയം സംസാരിക്കുകയും ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് തങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കാം. അത് തീർച്ചയായിട്ടും CPIക്ക് സ്വീകാര്യമായ നിലപാടായിരിക്കും. അവർ ആ കടുത്ത നടപടിയിൽ നിന്ന് പിന്നാക്കം പോകാൻ വേണ്ടിയും ഇത് സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ, വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കേരളം നേരിടുന്ന പ്രതിസന്ധി തുടങ്ങിയ പ്രായോഗികമായ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറരുത് എന്ന് CPI-യുമായി ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കുകയും CPI അതിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്യുന്ന ഒരു സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. രതീഷ്, വളരെ പ്രധാനപ്പെട്ട 2 വശങ്ങളാണ്. ഒന്നുകിൽ CPI വഴങ്ങുക അല്ലെങ്കിൽ CPM വഴങ്ങുക, ഇതല്ലാതെ മറ്റൊന്നില്ല. ഇടതുമുന്നണി കൺവീനറോട് അല്പം മുമ്പ് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ AKG സെന്ററിലേക്ക് എത്തിച്ചാണ് ഇപ്പോൾ വിഷയം നേതാക്കൾ പരിശോധിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് അതിപ്രധാനമായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും.